ഹലോ ഗായ്സ്, ഇന്ന് ഒരുപാട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. രമേശ് നാരായണ എന്ന വ്യക്തിക്ക് ആസിഫ് അലി എന്ന ആ മഹാനടൻ അവാർഡ് നൽകുമ്പോൾ രമേശ് നാരായണ എന്ന ആ സംഗീത സംവിധായകൻ പുച്ഛിച്ച് പുറന്തള്ളുന്ന ഒരു വീഡിയോ. അത് നമ്മളെല്ലാവരും ശ്രദ്ധയോടെയാണ് കാണേണ്ടത്. വിവാദമായി മാറിയ ആ വീഡിയോ അതീവ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. ഇതൊരാൾ ഒരു ഫേസ്ബുക്കിൽ കുറിച്ചൊരു കുറിപ്പാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. രമേശിന് അവാർഡ് നൽകുന്നതിന് വേണ്ടി ആസിഫ് നടന്നു വരികയായിരുന്നു. ആ സമയത്ത് അയാൾ രമേശിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആസിഫ് രമേശിനോടൊപ്പമുള്ള ഒരു ഫോട്ടോ ആസിഫ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ രമേശ് അതിനൊന്നും തയ്യാറായില്ല. അതിന് പോട്ട് ആ അവാർഡിൻ്റെ സമയത്ത് ഒരു മുഖം പോലും നോക്കാൻ ആസിഫിന് തയ്യാറായില്ല. രമേശ് തനിക്ക് ഒരു ചിരിയെങ്കിലും സമ്മാനിക്കുമെന്ന് ആ പാവമായ ആസിഫ് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രമേശ് ആസിഫിൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. അവസാനം തനിക്ക് ഇവിടെ ഒരു റോളും ഇല്ല എന്ന് കാര്യം മനസ്സിലാക്കി ആസിഫ് സ്വയം മാറി നിൽക്കുന്ന ആ വീഡിയോ ആണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ എത്രത്തോളം ലജ്ജാകരമാണ്, എത്രത്തോളം പുച്ഛമാണ് ആ മഹാനടനെ ആ രമേശ് നാരായണ എന്ന വ്യക്തി ചെയ്തത്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളതെന്ന് ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, അത്രയ്ക്കും പുച്ഛമാണ് രമേശ് നാരായണ എന്ന ആ സംഗീത സംവിധായകൻ ഇന്ന് ആസിഫ് അലിയോട് ചെയ്തത്. ആസിഫ് അലി ആ പാവമായ മനുഷ്യൻ ചിരിച്ചും കൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് ആ പോകുന്ന ഒരു സീനുണ്ടല്ലോ, വല്ലാതൊരു സങ്കടപ്പെടുത്തുന്ന ഒരു സീനാണ്.